ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് നമ്മുടെ ഗീതമാണെങ്കിലും പറയുകയാണ് ചെയ്യുന്നത്, രഞ്ജുവിന് പെട്ടെന്ന് കുഞ്ഞുണ്ടാവാനുള്ള പ്ലാനാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഗോവിന്ദൊന്ന് ഞെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ഗോവിന്ദൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത്, ആ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു വിജയലക്ഷ്മി അമ്മ അന്ന് നമ്മുടെ തറവാട്ടിൽ വന്നത്, അപ്പോഴല്ലേ പ്രശ്നമൊക്കെ ഉണ്ടായത്. എന്നിട്ട് പിന്നെ ഞാൻ വീട്ടിൽ പോയപ്പോഴായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഗീതമാണെങ്കിലും പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് അമ്മയെ പോയി ഒന്ന് കാണണം, എന്തെങ്കിലും ഒരു പ്ലാന് ചെയ്തേ മതിയാവൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട്, എനിക്കൊന്നും വയ്യ അവിടെ വന്ന് ആ പാട്ടുകാരിനെ കാണാൻ എന്നിങ്ങനെ പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ ഗീതമാണെങ്കിലും പറയുന്നുണ്ട്, ശരി വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങളുടെ അമ്മ നിങ്ങളുടെ പെങ്ങള്, എനിക്കെന്ത് വേണം എന്നിങ്ങനെ പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട്, ശരി ശരി നമുക്ക് പോകാം എന്നിങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ വിജയലക്ഷ്മി അമ്മയെ കാണുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ഗോവിന്ദനാണെങ്കിൽ ഒരു മടി പോലെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് കേട്ടോ, അമ്മയെ ഇഷ്ടമല്ലല്ലോ. എന്നിട്ട് പിന്നെ അവരിങ്ങനെ ഒരു പ്ലാൻ ചെയ്യാണ് ചെയ്യുന്നത്, നമ്മുടെ ധ്യാനെ എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് പറഞ്ഞയക്കാന്നുള്ള പ്ലാന് നമ്മുടെ വിജയലക്ഷ്മി അമ്മ പറയുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അത് പ്രകാരം നമ്മുടെ ഗോവിന്ദാണെങ്കിലും ഓഫീസിൽ വിളിച്ച് എല്ലാം അറേഞ്ച് ചെയ്യായിരിക്കും ചെയ്യുന്നത് കേട്ടോ, നമ്മുടെ ധ്യാനെ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും 1.5 വർഷമൊക്കെ അവിടെ പിടിച്ചു നിർത്താലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ആ ഗോവിന്ദെല്ലാം വിളിച്ച് സെറ്റാക്കി ഒക്കെ പ്ലാനൊക്കെ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും ഗീതൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത്, ഇനിയിപ്പോൾ ശിവ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, അതെനിക്ക് ഉറപ്പാണ്, എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചേ മതിയാകും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് ചെമ്പകശ്ശേരിയിലെ വീടായിരിക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്ത് ധ്യാൻ ഇങ്ങനെ കാര്യം പറയുമായിരിക്കും കേട്ടോ, സന്തോഷത്തിൽ ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ രഞ്ജു ആണെങ്കിലും പറയുന്നുണ്ട്, ഫാമിലി വിസ കിട്ടാണ്ട് എനിക്കും കൂടി അങ്ങോട്ട് വരാൻ പറ്റാണ്ട് പോവണ്ട എന്ന് പറഞ്ഞിങ്ങനെ നിർബന്ധിക്കുകയായിരിക്കും കേട്ടോ. രഞ്ജു ആണെങ്കിൽ സമ്മതിക്കുന്നേ ഉണ്ടാവില്ല ധ്യാനെ പോവാനായിട്ട്. ആ സമയമായിരിക്കും നമ്മുടെ വിജയലക്ഷ്മി അമ്മ കയറി വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ പറയാണ്, അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ചേർത്തിങ്ങനെ വിജയലക്ഷ്മി അമ്മ 6 മാസം കഴിഞ്ഞ് പോവാലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം നമ്മുടെ രഞ്ജു ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, അങ്ങനെ 6 മാസം കഴിഞ്ഞ് പോകാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി, അമ്മയുടെ അടുത്ത് എങ്ങനെ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. ആകെ പെട്ടുപോയി. അപ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിൽ പറയുകയാണ് ചെയ്യുന്നത്, ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിട്ടായിരുന്നു വന്നത്, അതുകൊണ്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും, ധ്യാൻ ഈ കാര്യമൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം നമ്മുടെ വിജയലക്ഷ്മി അമ്മയാണെങ്കിൽ ധ്യാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, കാരണം അവരുടെ പ്ലാൻ തന്നെയാണല്ലോ, എന്നിട്ട് പിന്നെ ധ്യാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, പോട്ടെ മോളെ, നല്ലൊരു കാര്യമല്ലേ, നിങ്ങൾക്ക് ഫാമിലി പ്ലാനൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നല്ലപോലെ പൈസയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഭാവിയിൽ നല്ലപോലെ സന്തോഷത്തിൽ ജീവിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ഈ സമയം വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതെങ്ങനെയെങ്കിലും ഗീതുവിനെ ഏൽപ്പിക്കുക, അതും പിന്നെ എല്ലാം ശരിയായിക്കോളും, അവരെ വിളിപ്പിക്കാനായിട്ടൊരു പ്ലാൻ ചെയ്യുക എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് രഞ്ജുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഗീതുവിൻ്റെ അടുത്തും ഗോവിന്ദൻ്റെ അടുത്തും കൂടി ഒന്ന് അഭിപ്രായം ചോദിച്ചു നോക്കി എന്നിങ്ങനെ പറയുമായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ഗീതുവിനെയും ഗോവിന്ദനെ ആയിരിക്കും. അവരാണെങ്കിൽ സങ്കടത്തിൽ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരിക്കും കേട്ടോ. നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുമ്പോൾ ഗീതു വന്ന് പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി, അവർ നല്ല സ്നേഹത്തിൽ കഴിയുന്നതല്ലേ ധ്യാനും അതുപോലെ തന്നെ രഞ്ജു, അവരെ പിരിയിപ്പിക്കാനായിട്ട് നല്ല സങ്കടം ഉണ്ടല്ലേ, പക്ഷേ ഇത് നല്ലതിന് വേണ്ടിയിട്ടല്ലേ, എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. ഓരോന്നൊക്കെ പറഞ്ഞ് ഗീതമാണെങ്കിൽ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്, രഞ്ജുവിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ, സാരല്ല കണ്ണേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. ആ സമയത്തായിരിക്കും രഞ്ജു വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ രഞ്ജു കോൾ എടുത്തിട്ട് സ്പീക്കറിലിടായിരിക്കും ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗീതു സ്പീക്കറിലിടും കേട്ടോ. എന്നിട്ട് പിന്നെ രഞ്ജു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ അറിയാണ്ട് 6 മാസം കഴിഞ്ഞ് മോൾക്കും പോവാലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. വിജയലക്ഷ്മി അമ്മ പറഞ്ഞതുപോലെ തന്നെ അത് പറഞ്ഞ് അറിയാണ്ട് ചാളാക്കി കളഞ്ഞു നമ്മുടെ ഗോവിന്ദാണെങ്കിലും. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഓ എൻ്റെ തെറ്റ് തന്നെ എൻ്റെ മോനും പറ്റി എന്നിങ്ങനെ പറയുമായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അത് ഗീതുവിൻ്റെ തലയിലിടും, നമ്മുടെ എങ്ങനെയെങ്കിലും ഒന്ന് നീ പറഞ്ഞു ഒപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. രഞ്ജാണെങ്കിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത്, ഇങ്ങനെ 6 മാസം കഴിഞ്ഞ് ഞാൻ പോകുന്ന ഗോവിന്ദേട്ടനെ എങ്ങനെ മനസ്സിലായി, പറ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. ശേഷം നമ്മുടെ ഗീതു ആണെങ്കിലും ഒപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ എന്തായാലും നിനക്ക് 3 മാസം എന്തായാലും കൊടുക്കുക, അതിൽ കുറഞ്ഞ ഒന്നും സമ്മതിക്കേണ്ട, 3 മാസത്തിൻ്റെ ഉള്ളിൽ നിനക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ മാത്രം നീ വിട്,
അന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒപ്പിക്കുമായിരിക്കും കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രഞ്ജു ആണെങ്കിൽ എന്നാൽ പിന്നെ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്നിങ്ങനെയൊക്കെ പറയുമായിരിക്കും കേട്ടോ. ശേഷം പിന്നെ ഗീത് ഫോൺ വയ്ക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ രഞ്ജു ആണെങ്കിലും പറയുന്നുണ്ട്, 3 മാസമല്ലേ, എന്തായാലും 3 മാസമായതുകൊണ്ട് കുഴപ്പമില്ല, അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. അങ്ങനെ ധ്യാനിന് സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. രഞ്ജു അവിടെ നിന്ന് പോവായിരിക്കും കേട്ടോ. ശേഷം നമ്മുടെ വിജയലക്ഷ്മി അമ്മയ്ക്കും ആശ്വാസമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.